ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ JK. കമോൺ ഗൈസ്, എന്തൊക്കെയുണ്ട് അല്ലേ? നമ്മുടെ എക്സാം തീർന്നു അല്ലേ, ഓണം അടിപൊളിയായി, വെക്കേഷൻ തീർന്നു, ഇതാ സ്കൂളും തുറന്നു. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓർക്കാപ്പുറത്ത് അല്ലേ. എന്തായാലും എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോയത്, എത്ര പെട്ടെന്നാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നത് അല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ മക്കളെ, നമ്മൾ സ്കൂൾ തുറന്നിട്ട് ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 4 മാസം നമ്മൾ പെട്ടെന്ന് തന്നെ തീർന്നു. അതോടൊപ്പം തന്നെ ആ 4 മാസത്തിന് നമ്മൾ 8ാം ക്ലാസ്സിൽ ഫിസിക്സിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു 2.25 ചാപ്റ്റർ മാത്രമേ നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളൂ മക്കളെ. പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അടുത്ത എക്സാം ഇനി എത്ര മാസം, അതൊക്കെ നിങ്ങൾ മുന്നിലിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോയിലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ ഒരു കാരണവശാലും മക്കളെ ഇത് കാണുന്ന ആളുകൾ ഒരിക്കൽ പോലും അത് സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തും പെട്ടെന്നത് കാണാം. അങ്ങനെയെങ്കിൽ അത് ഫുള്ള് കാണണം, മടിക്കരുത്, മറക്കരുത്. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാവരും കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാല് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 5 മാസം കൂടി ഉള്ളു അല്ലേ. മാർച്ചിൽ നമ്മളെ എക്സാം ആയി. ഈ 5 മാസത്തിൽ ഇനി നമുക്ക് എന്തെല്ലാം ഫിസിക്സിനകത്ത് പഠിക്കണം? ഇതുവരെ നിങ്ങൾ 4 മാസം കൊണ്ട് നിങ്ങൾ ആകെ 2.25 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ ആയിരുന്നു. അതുകൊണ്ട് പരീക്ഷയും വളരെ ഈസി ആയി. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഓണത്തിൻ്റെ ഒരു ബ്രേക്ക്, ഒരു 10 ദിവസം. ആ 10 ദിവസം ബ്രേക്ക് കിട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വീട്ടുകാരും എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, അത്ര കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ബാഗ് പരീക്ഷ കഴിഞ്ഞിട്ട് അന്ന് ബാഗ് കൊണ്ടുപോയി ആ മൂലക്കിൽ ഇട്ടാണ്. ഇതുവരെ അത് എടുത്തു നോക്കിയിട്ടില്ല. ഇന്ന് സ്കൂളിൽ പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ആ ബാഗൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് പടച്ചോൻ എൻ്റെ ബുക്ക് എവിടെ, പെൻസിൽ എവിടെ, സ്കെയിൽ എവിടെ, അമ്മ എൻ്റെ യൂണിഫോം എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ. എല്ലാ കുട്ടികളുടെ സ്ഥിതി തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു 4 മാസം ക്ലിയർ ആയിട്ട് പഠിച്ചിങ്ങനെ വരുമ്പോൾ കറക്റ്റ് ഒരു റൂട്ടീൻ ഉണ്ടായിരുന്നു അല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരം കളിക്കുന്നു, പിന്നെ വായിക്കുന്നു അല്ലേ, സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുന്നു, അല്ലെങ്കിൽ ട്യൂഷൻ പോകുന്ന കുട്ടികൾ ട്യൂഷൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കറക്റ്റ് ഓർഡർ ആയിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എക്സാം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഫ്രീ മൈൻഡോട് കൂടി വീട്ടിൽ ചെന്നിട്ട് രാത്രി TV ഒക്കെ കാണുന്നു, സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, മൊബൈൽ കൂടുതൽ സമയം ഇൻസ്റ്റാഗ്രാമിൽ മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? ലൈക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പോസ്റ്റുകൾ ഇടുന്നു. ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ റൂട്ടീൻ. അപ്പോൾ വായനയുമായി പഠനവുമായി ബന്ധപ്പെട്ട് യാതൊന്നുമില്ല. ചില കുട്ടികൾ വിരുന്ന് പോയി, ചില ആൾക്കാർ ടൂർ പോയിട്ടുണ്ടാവും. ഓണത്തിൻ്റെ വെക്കേഷനിൽ അടിച്ചു പൊളിക്കാം. അങ്ങനെ ഒരു 4 ദിവസം ഒരു മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കും. ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ നീക്കാനൊരു മടി, സ്കൂളിൽ പോകണല്ലോ, ബസ്സിലേക്ക് കയറി പോകണല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ മക്കളെ. അതുകൊണ്ടാണ് നമ്മൾ പഠനം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര റിസ്ക് ആണ്. എല്ലാ കുട്ടികളുടെ സ്ഥിതി ഇതാണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, ഞങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കുന്നു? നിങ്ങൾ ഏതൊക്കെ ടൈമിൽ, ഏതൊക്കെ കറക്റ്റ് സമയത്ത് എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം, വരാനിരിക്കുന്ന എക്സാമുകളൊക്കെ എങ്ങനെയൊക്കെ നേരിടണം എന്നൊക്കെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റ് നിർദ്ദേശങ്ങൾ തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് റെഡി ആയാൽ മതി. അപ്പോൾ എല്ലാ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത്. അതായത് ഒന്നുമില്ല, ഒരു 4 ദിവസം നമ്മൾ ബുക്കുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ തന്നെ എന്താ സംഭവിക്കുക? നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കും. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. നമ്മളെ സ്റ്റഡി, പഠനം എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദിവസം നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ആ വെക്കേഷൻ സമയത്ത് ഓരോ ദിവസം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു നോട്ട്ബുക്കൊക്കെ തുറന്ന് ഇങ്ങനെ പേജുകളൊക്കെ മറക്കുക. ഈ ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പരീക്ഷയ്ക്ക് അടിപൊളി, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഒരാളും അങ്ങനെ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന എക്സാമുകളൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, സ്കൂൾ തുറന്നു ഇനി എത്ര ചാപ്റ്ററുകൾ നമുക്ക് ഫിസിക്സിനകത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് സമയം എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് പഠിച്ച ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലേ. ആദ്യത്തെ ചാപ്റ്ററാണ് മെഷർമെൻ്റ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ മോഷൻ, ചലനമായിരുന്നു. തേർഡ് ചാപ്റ്റർ ഫോഴ്സ്. ഈ ഫോഴ്സിൽ നിന്ന് നമുക്ക് ആകെ കോൺടാക്ട് ഫോഴ്സും നോൺ കോൺടാക്ട് ഫോഴ്സും, സമ്പർക്കബലം, സമ്പർക്കരഹിത ബലം, ഈ ഒരു ചെറിയ ഏരിയ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള വലിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഫോഴ്സ് എന്ന ചാപ്റ്റർ. അപ്പോൾ അടുത്ത എക്സാമിന് നമുക്ക് ഇത് ഭൂരിഭാഗം വരും. അപ്പോൾ ഇത് വലിയൊരു ചാപ്റ്ററാണ്. അത് കഴിഞ്ഞ് അടുത്ത വരുന്ന ചാപ്റ്റർ മാഗ്നറ്റിസം. ചില കുട്ടികൾക്ക് ഇതിനകത്ത് ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ മാഗ്നറ്റിസം എന്നൊക്കെ പറയുമ്പോൾ കാന്തികത എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിനകത്ത് കുറേ നിങ്ങൾക്ക് എടങ്ങേറായിട്ടുള്ള പിക്ചറുകൾ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെ ബുദ്ധിമുട്ടായ ടെക്നിക്കൽ ടേമുകളൊക്കെ വരും. പ്രോബ്ലങ്ങളൊന്നുമില്ല, ഇക്വേഷനൊന്നും പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പൊതുവെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നോക്കി, ഈ ചാപ്റ്റർ ലെങ്തി ചാപ്റ്ററാണ്.
ഇതും അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ഇനി അടുത്തൊരു ചാപ്റ്റർ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടങ്ങേറാവുന്ന ഒരു ചാപ്റ്ററാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ. പ്രകാശത്തിന്റെ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. കോൺവെക്സ് കോൺകേവ് അല്ലെ, കോൺവെക്സ് മിറർ കോൺകേവ് മിറർ. ചില കുട്ടിയൊക്കെ കോൺവെക്സും കോൺകേവും എന്ത് ചെയ്യും, ദർപ്പണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകെ മാറും അല്ലേ. അപ്പോൾ ഈ അങ്ങനെ വലിയൊരു ചാപ്റ്റർ ഇത് പഠിക്കണം. അതോടൊപ്പം തന്നെ സൗണ്ട്, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സൗണ്ട്. ഞാനിപ്പോൾ ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളെ സൗണ്ടിന്റെ പിച്ച് എങ്ങനെയാണ് അല്ലെ, ടിമ്പർ എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെ. ഇപ്പോൾ ലാലേട്ടന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് ക്വാളിറ്റിയാണ്. ചെണ്ട കൊട്ടുമ്പോൾ ആഹാ ഫ്ലൂട്ട് വായിക്കുന്നു പറയോ, ഇല്ല. അപ്പോൾ സൗണ്ട് എന്നുള്ള ചാപ്റ്റർ പഠിക്കണം. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ചാപ്റ്റർ സ്ഥിതവൈദ്യുതി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പൊ നോക്ക് നിങ്ങൾ എത്ര ചാപ്റ്റർ വന്നു ഇതിനകത്ത്. ഞാൻ പറയട്ടെ, ഫോഴ്സ് അല്ലെ, മാഗ്നറ്റിസം, അടുത്ത റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ, സൗണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പൊ 5 ചാപ്റ്ററുകളാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. എത്ര ചാപ്റ്റർ പഠിക്കേണ്ടത്? 5 ചാപ്റ്റർ. ആ 5 ചാപ്റ്റർ നിങ്ങൾക്ക് മുന്നിലുള്ളത് അല്ലെ, 5 ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനി 5 മന്തും കൂടി, 5 മാസം കൂടിയേ നമുക്കുള്ളൂ. ഈ 5 മാസത്തിനിടയിൽ എന്തൊക്കെ സംഭവിക്കും നിങ്ങൾക്കറിയാം. സ്കൂളിൽ സ്പോർട്സ്, ആർട്സ് അല്ലെ, സയൻസ് ഫെയർ, ശാസ്ത്രമേളകൾ ഉണ്ടാവും. പിന്നെ അതിൻ്റെ തന്നെ ജില്ലാ കലോത്സവങ്ങൾ, ജില്ലാ സ്പോർട്സ് അല്ലെ, ഗെയിംസുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്കൊരു പൂജ, ഹോളിഡേ വരുന്നുണ്ട്. അപ്പോൾ പുസ്തകമൊന്നും എടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസം മാത്രമേ നിങ്ങൾ മുന്നിലുള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം പെട്ടെന്ന് തീരെ നിങ്ങൾക്ക് നോക്ക്. കുറച്ച് ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാനായി അറിയും. അത് കഴിഞ്ഞോടുകൂടി നമ്മളെ എന്ത് ചെയ്യുന്നു, അടുത്ത എക്സാം വരാനായി അല്ലേ. ഡിസംബർ മാസത്തോടെ കൊണ്ട് നമുക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിനകത്ത് ഈ 5 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് ഉണ്ടാവും. മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്റർ ഉണ്ടാവും, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഗൈഡൻസ് ഇല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. സ്കൂളിൽ പോയാൽ തന്നെ സ്കൂളിൽ പല ടീച്ചേഴ്സിന് പലതരത്തിലുള്ള വർക്കുകളും അതിനിടയ്ക്ക് ജില്ലാ കലോത്സവം, സ്പോർട്സുകളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അധികം ദിവസം ഒന്ന് ക്ലാസ് കിട്ടില്ല. അതിൻ്റെ ഇടയിൽ മറ്റേ പൂജാ ഹോളിഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ എല്ലാ സബ്ജക്റ്റുകളും, ഇതിപ്പോൾ ഞാൻ ഫിസിക്സിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ബയോളജി, കെമിസ്ട്രി, SSC, ഇംഗ്ലീഷ്, മാത്സ്, എന്തോരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാമെന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ 5 ചാപ്റ്ററുകളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ ഈസി ആയിട്ട് ലളിതമായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇപ്പൊ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ എനിക്കറിയാം. ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം പരീക്ഷ പേപ്പർ കിട്ടും, അപ്പോൾ മാർക്ക് കുറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചീത്ത പറയും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും നമ്മളെ സൈലത്തിന്റെ യോധ ബാച്ച്, നമ്മൾ 8ാം ക്ലാസ്സുകാർക്ക് ഒരു ബാച്ച് ഉണ്ട്, യോധ ബാച്ച്. ആ യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു. സാറേ ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഫിസിക്സ് എക്സാം തൂക്കി, ഞങ്ങൾക്ക് 20ൽ 20 മാർക്ക് ഉണ്ടാവും. അങ്ങനത്തെ കുട്ടികളൊക്കെ എന്ത് സ്കൂളിൽ പോകാൻ നല്ല സന്തോഷമായിരിക്കും. പേപ്പർ കിട്ടുമ്പോൾ ശ്രീജിത്ത് 40 20ൽ 20 എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഓരോ പേരുകളൊക്കെ വിളിക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ മാർക്ക് കുറഞ്ഞ നിങ്ങൾക്ക് എന്തായിരിക്കും, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഇനി ആദ്യത്തെ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ, ഒരു കുട്ടി 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ആ ടൈമിലാണ് പരീക്ഷ. രണ്ടാമത്തെ എക്സാം പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ കൺസെപ്റ്റുകളൊന്നും അറിയുന്നില്ല, അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന എക്സാമിന് ഇതിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ, ഇതിൽ തന്നെ 10 മാർക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് തീരെ മാർക്ക് കിട്ടൂല. അങ്ങനെയാണ് സാധാരണ എപ്പോഴും ഉണ്ടാവാറ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്കൂളിൽ തന്നെ നിങ്ങൾക്കറിയാം, രക്ഷിതാക്കൾ എന്ന് പറയുന്നത് അവൻ ആദ്യം ഉഷാറായി പഠിച്ചു, ഇപ്പോൾ പറ്റ വീക്കായി മാഷേ ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണം. നമ്മളെ സൈലത്തിന്റെ യോധ ബാച്ച് 8ാം ക്ലാസ്സുകാർക്ക് പഠിക്കാൻ പറ്റുന്ന, വളരെ ലളിതമായിട്ട് സുന്ദരമായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, പരീക്ഷ വന്നെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കാൻ ഞങ്ങളെ യോധ ബാച്ച്. അതേപോലെ നിങ്ങൾക്കും ഒരു അവസരമുണ്ട്. ഇപ്പോൾ ഒരു ഓണം ആയതുകൊണ്ട് നമുക്കൊരു ഓഫറൊക്കെ ഉണ്ട്, ഒരു 20% ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇനി പഠിക്കാനുള്ള ചാപ്റ്റർ 5 മാസം കൊണ്ട് 5 ചാപ്റ്റർ, വലിയ ലെങ്തി ചാപ്റ്റർ, ഇതൊക്കെ പഠിച്ചെടുക്കാനാണ് നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ ഈസി ആയിട്ട് ട്രിക്കിലൂടെ, കോഡിലൂടെ ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. അതിനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കുറഞ്ഞ ഫീസിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാറുമോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കളെ ഈ 5 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഒരുവിധം എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി സമയം കളയാതെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മളെ സൈലത്തിൻ്റെ യോധ ബാച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക.
ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ 20% നിങ്ങൾക്ക് ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, വരാനിരിക്കുന്ന എക്സാം ഒക്കെ നമ്മൾ തകർത്തെഴുതുന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ദിവസങ്ങൾ ഇനിയും നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സൈലത്തിന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് പഠിക്കാൻ താല്പര്യമല്ലേ? അങ്ങനെയെങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഇന്ന സംഭവങ്ങൾ പഠിക്കണം, ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും മടിച്ചു നിൽക്കാതെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാ, അടിച്ചു കയറി വാ എൻ്റെ മോക്കൾസ്. അപ്പോൾ അമ്പാനെ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഇനി സമയം കളയാതെ ഇനി വരാനിരിക്കുന്ന പരീക്ഷ നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. അന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ഡാ, ടാറ്റാ.